ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ മറ്റൊരു ക്ലാസ് ആണിത്. നമ്മുടെ സിലബസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നോക്കി നമ്മൾ എടുത്ത് ചെയ്യുന്ന ക്ലാസ് ആണ്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഈ വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങാം. നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, റോൾ ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ്, പ്രൊഫഷണൽ എത്തിക്സ്, etiquettes for employment, personal and professional development, career nursing, continuing education and in-service education. ഇത് നമ്മുടെ സിലബസിലുള്ള ഒരു പോയിന്റ്സ് ആണ്, ഒരു പ്രത്യേക ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. റോൾ ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ് നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ പ്രൊഫഷണൽ നേഴ്സസ് ആണ്. അപ്പം റോൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് കെയർ പ്രൊവൈഡർ, പ്രൊട്ടക്ടർ ആൻഡ് ക്ലയന്റ് അഡ്വക്കേറ്റ്, കേസ് മാനേജർ, client or family educator, nurse educator, advanced practice nurse, nurse administrator and nurse researcher. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നേഴ്സസിന് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഡയറക്റ്റ് കെയർ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ അസിസ്റ്റിംഗ് ദ ക്ലയന്റ് ഓർ ഫാമിലി ഇൻ കോപ്പിംഗ് വിത്ത് ദ ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഇമ്പാക്ട് ഓഫ് ദ ഇൽനെസ്. അപ്പൊ ആ ഒരു ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇമ്പാക്ട്, ഇമോഷണൽ പ്രോബ്ലം, ആ ഒരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ലയന്റും ക്ലയന്റിന്റെ ഫാമിലിയെയും നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടതാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് കെയർ പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്ടർ ആൻഡ് ക്ലയന്റ് അഡ്വക്കേറ്റ്. ദ നേഴ്സ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ ക്ലയന്റ് ആൻഡ് ടേക്സ് സ്റ്റെപ്സ് ടു പ്രിവെന്റ് ഇഞ്ചുറി. അപ്പൊ പ്രൊട്ടക്ടർ ആണ് നേഴ്സ് ആസ് എ പ്രൊട്ടക്ടർ. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് വലിയ ഒരു നമ്മുടെ സിലബസിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലാത്തവർ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ റിഫൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് നോളജ് റിലേറ്റഡ് ടു ജോബ് പെർഫോമൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ് ടു ഇൻട്രൊഡ്യൂസ് നഴ്സിംഗ് സ്റ്റാഫ് in cardiac care to new, more sophisticated monitor, demonstration of new equipment. അപ്പൊ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ജോലി സ്ഥലത്ത്, ഇപ്പൊ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ജോബ് പെർഫോമൻസ്, ജോബ് ക്വാളിറ്റി കൂട്ടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാസ് തരുന്നു. ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ആൻഡ് നോളജ്. അത് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നേഴ്സ് കാർഡിയാക് ഐസിയുയിൽ വർക്ക് ചെയ്യാണ്. അവിടെ പുതിയൊരു ഇൻസ്ട്രുമെന്റ് വന്നു. ആ ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റി ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ തരികയാണ്, ഒരു ക്ലാസ് എടുക്കുകയാണ്. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ നടത്തുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. നമ്മുടെ സർവീസ് കൂടുതൽ പോസിറ്റീവ് ആക്കി മാറ്റാനും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ബട്ട് ഇൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ എ പ്രോഗ്രാം ഓഫ് ക്ലാസ്സസ് ഫോർ അഡൽട്ട് സ്റ്റുഡൻസ് offered by a college or university etc. on a part-time basis as for updating knowledge and skills in a professional field such as nursing. Example of continuing education ആണ് വർക്ക്ഷോപ്പ്, സെമിനാർസ്, യൂണിവേഴ്സിറ്റി കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ്, കമ്മ്യൂണിറ്റി സർവീസ്, പീർ കൺസൾട്ടേഷൻ ആൻഡ് റിസർച്ച്. അപ്പൊ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു കോഴ്സ് ചെയ്യുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ GNM നേഴ്സാണ്, നിങ്ങൾ പോസ്റ്റ് PSC ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതൊരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ വർക്ക്ഷോപ്സ്, സെമിനാർസ്, യൂണിവേഴ്സിറ്റി കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ്, കമ്മ്യൂണിറ്റി സർവീസ്, പിയർ കൺസൾട്ടേഷൻ, റിസർച്ച്, ഇതൊക്കെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ വരികയാണ്. അപ്പം ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് എ സ്റ്റാഫ്. കോൺഫിഡൻസ് ആൻഡ് പേഴ്സണൽ ഇംപ്രൂവ്മെന്റ് ഓൾസോ. അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമുക്ക് സാലറിയിലുള്ള വർധന ഉണ്ടാകും. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് വിൽ ഡെഫിനറ്റ്ലി ബൂസ്റ്റ്. ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആൻ ആൻസറബിലിറ്റി ഓഫ് എ സബോർഡിനേറ്റ് ടു ഹിസ് ഓർ ഹെർ സുപ്പീരിയർ ഫോർ പെർഫോമൻസ് ഓഫ് ദ അസൈൻഡ് ടാസ്ക് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അതോറിറ്റി, ഡെലിഗേഷൻ. കറക്റ്റ് ആൻസർ ഈസ് അക്കൗണ്ടബിലിറ്റി. അപ്പൊ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ആൻസറബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി മീൻസ് ആൻസറബിലിറ്റി. അതായത് നമ്മൾ പേഷ്യന്റിന്റെ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ആൻസറബിൾ ആണ്. നമ്മൾ ഡയറക്ട്ലി നമ്മുടെ സുപ്പീരിയർ ഓഫീസറിനോട് ആരാണോ അവരോട് നമ്മൾ ആൻസറബിൾ ആണ്. വാട്ട് എവർ വി ഡു വി ആർ ആൻസറബിൾ ഫോർ അവർ superior. So that is the correct answer.
Next question. The assessment method that occur after the patient has been discharged is concurrent evaluation, auditing, retrospective evaluation, quality assurance. Correct answer is retrospective evaluation. The assessment method that occur after the patient has been discharged is called retrospective evaluation. Patient discharge ആയതിനു ശേഷം അസസ്മെന്റ് ചെയ്യുന്നതാണ് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Retrospective evaluation is a type of assessment that is done to find out whether goals are met in hospital after the discharge of the patient. പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം പേഷ്യന്റിന്റെ ഓൾഡ് ഫയലുകളൊക്കെ പരിശോധിക്കുകയാണ്. ദാറ്റ് മീൻസ് വെദർ ദ പേഷ്യന്റ് ഗെറ്റ് ആഡിക്വേറ്റ് ട്രീറ്റ്മെന്റ് ഫ്രം ദ ഹോസ്പിറ്റൽ. നേരത്തെ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നോ, അദ്ദേഹത്തിന്റെ കെയർ എല്ലാം ആഡിക്വേറ്റ് ആയിരുന്നോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ ആണ് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ. കൺകറന്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് അസസ്മെന്റ് പ്രോസസ് വെൻ പേഷ്യന്റ് ഈസ് ഇൻ ഹോസ്പിറ്റൽ, അസസിംഗ് ദ പേഷ്യന്റ് അറ്റ് ബെഡ് സൈഡ്, ഇന്റർവ്യൂയിങ് ദ സ്റ്റാഫ്, റിവ്യൂവിംഗ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്. അപ്പം കണ്ടിന്യൂയിങ് അസസ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് ആണ്. പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന സമയത്ത് തന്നെ പേഷ്യന്റിനെ അസസ് ചെയ്യുന്നു. ആൻഡ് അസസിംഗ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്, ബെഡ് സൈഡിൽ തന്നെ വന്നിട്ട് പേഷ്യന്റിനെ റെക്കോർഡ് അസസ് ചെയ്യുന്നു. ഇന്റർവ്യൂയിങ് ദ സ്റ്റാഫ്, റിവ്യൂവിംഗ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്. ദാറ്റ് ഈസ് കൺകറന്റ് ഇവാലുവേഷൻ. അപ്പം പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ തന്നെ നടത്തുന്ന ഇവാലുവേഷൻ ആണ് കൺകറന്റ് ഇവാലുവേഷൻ. പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം നടത്തുന്ന ഇവാലുവേഷൻ ആണ് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ. ഇനി എ നഴ്സിംഗ് ഓഡിറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ through the review of clinical records made by healthcare professional. ഇപ്പൊ നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇവാലുവേഷൻ മെത്തേഡാണ്. നഴ്സസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കൽ റെക്കോർഡ്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നഴ്സിംഗ് ഓഡിറ്റ്. ക്വാളിറ്റി അഷുറൻസ് ഈസ് ഡൈനാമിക് പ്രോസസ് ത്രൂ വിച്ച് നഴ്സസ് അസ്യൂം അക്കൗണ്ടബിലിറ്റി ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ദേ പ്രൊവൈഡ്. It is guarantee to the society that service provided by nurses are being regulated by members of a profession. നമ്മുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്, നമ്മൾ നഴ്സസ് ആൻസറബിൾ ആണ്, ക്വാളിറ്റി കെയർ ദേ പ്രൊവൈഡ്. അപ്പൊ എത്രമാത്രം ക്വാളിറ്റിയോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ക്വാളിറ്റി അഷുറൻസ് ഒരു മെത്തേഡാണ് നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടീച്ചിങ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ലേണിംഗ് എ സ്കിൽ? ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ, seminar, symposium. Correct answer is demonstration. Demonstration is a teaching method to improve our learning skills. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡെമോൺസ്ട്രേഷൻ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുകയാണ്. ഇപ്പൊ CPR ആ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയാണ്. CPR ഡയറക്റ്റ് പോയി നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യമായിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാവും. So that is demonstration. Next question. Checking the equipment and supplies periodically is known as item analysis, investigation, intent, inventory. Correct answer is inventory. അപ്പം ഇൻവെന്ററി ചെക്കിംഗ് എന്നൊക്കെ കേട്ടില്ലേ? സോ ദാറ്റ് ഈസ് ചെക്കിംഗ് ദ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ് പീരിയോഡിക്കലി ഈസ് നോൺ ആസ് ഇൻവെന്ററി. നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എന്തായാലും ഇൻവെന്ററി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ പീരിയോഡിക്കലി നമ്മൾ ചെക്ക് ചെയ്യുന്നു ഓരോ ആർട്ടിക്കിൾസും എക്യുപ്മെന്റ്സും, അതുപോലെ ഹോസ്പിറ്റലിലുള്ള വാർഡിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ഇങ്ങനെ തെരഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തും. ദാറ്റ് ഈസ് ഇൻവെന്ററി. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്റന്റ് is basically a letter raised by employees of an institute asking for materials needed which are present in the store. അപ്പോൾ സ്റ്റോറിലേക്ക് നമ്മൾ ഇന്റന്റ് എഴുതി കൊടുക്കും. ഇപ്പൊ ഇന്റന്റ് ബുക്കിൽ നമ്മൾ ഇന്റന്റ് എഴുതി കൊടുക്കും നമുക്ക് ആവശ്യമുള്ള, അപ്പൊ അടുത്ത ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ അടുത്ത മാസത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇന്റന്റ് എഴുതി കൊടുക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് ഇന്റന്റ്. An inventory is a detailed list of all articles on the ward, their specification and standard number of quantity. വാർഡിലുള്ള എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണ്, നേരത്തെ പറഞ്ഞതാണ്. Inventory control, it means stocking adequate number and kind of stores so that the materials are available whenever required and wherever required. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ ആ ഇൻവെന്ററി ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ എന്തൊക്കെയാണോ, മെഡിസിൻസ് ആണോ, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓരോ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് ഇൻവെന്ററി കൺട്രോൾ. ഇത് കുറച്ച് ഡ്രൈ സബ്ജക്റ്റ് ആണ്, പക്ഷെ നമുക്കിത് ഒന്ന് ഓർത്ത് വെച്ച് നമ്മൾ വർക്ക് ചെയ്ത ആ ഒരു അറ്റ്മോസ്ഫിയർ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ലീഡേഴ്സ് ആർ ട്രാൻസാക്ഷണൽ ലീഡേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ക്യാരക്ടറൈസ് എ ട്രാൻസാക്ഷണൽ ലീഡർ?
ഓപ്ഷൻസ് മാനേജീരിയൽ ലീഡർഷിപ്പ്, ഫോക്കസസ് ഓൺ ദ റോൾ ഓഫ് സൂപ്പർവിഷൻ ഓർഗനൈസേഷൻ, യൂസ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്, ഇൻസ്പയർസ് അതർ വിത്ത് വിഷൻ. ബട്ട് ട്രാൻസാക്ഷണൽ ലീഡേഴ്സിന്റെ ക്യാരക്ടറൈസിൽ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻസ്പയർസ് അതേഴ്സ് വിത്ത് വിഷൻ. അപ്പം ഇൻസ്പയർസ് അതേഴ്സ് വിത്ത് വിഷൻ, ഇൻസ്പയർ ചെയ്യുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ വരുന്നതാണ് മാനേജീരിയൽ ലീഡർഷിപ്പ്, ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ, യൂസ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. അപ്പം ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ഗുണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ആണ് ട്രാൻസാക്ഷണൽ ലീഡേഴ്സ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുണത്തിന് വേണ്ടി അവരൊരു പക്ഷെ നല്ലതായിരിക്കാം, നല്ല മോട്ടിവേഷൻ ഉള്ള ആളായിരിക്കാം, പക്ഷെ അവർ ട്രാൻസാക്ഷണൽ ലീഡേഴ്സ് ആണ്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, സ്വന്തം ജീവിതത്തിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ലീഡേഴ്സ് ആണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. അപ്പൊ ആ ഒരു രീതിയിൽ ട്രാൻസാക്ഷനിലും ട്രാൻസ്ഫോർമേഷനിലും മനസ്സിലായി എന്ന് വരുന്നു. Next question, which of the following is true about functional nursing? Distributes the care of patient among a team, specific patient care for 24 hours, concentrates on tasks and activities, all of the above. അപ്പോൾ ഫങ്ഷണൽ നേഴ്സിംഗിൽ ഉള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫങ്ഷണൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ്, ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. ഫങ്ഷണൽ നേഴ്സിംഗ് അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ടാസ്ക് നേഴ്സിംഗ് എന്നാണ് പറയുക. ഫങ്ഷണൽ നേഴ്സിംഗിന്റെ മറ്റൊരു പേരാണ് ടാസ്ക് നേഴ്സിംഗ്. അതായത് ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്, ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു നേഴ്സസിന് മെഡിസിൻ കൊടുക്കാൻ മാത്രം ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ മെഡിസിൻ മാത്രം ആ നേഴ്സസ് കൊടുത്താൽ മതി. എല്ലാ പേഷ്യന്റിനും മെഡിസിൻ മാത്രം കൊടുക്കാൻ ഒരു പ്രത്യേക നേഴ്സ് ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ ഒരു പ്രത്യേക നേഴ്സസ് ഗ്രൂപ്പിനെ BP ചെക്കിങ്ങിന് മാത്രം ഏൽപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ ടാസ്ക് BP ചെക്കിങ് മാത്രമാണ്. അവരെല്ലാ പേഷ്യന്റിനെയും പോയി BP എടുക്കുന്നു. അതാണ് ഫങ്ഷണൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ടാസ്ക് നേഴ്സിംഗ്. ഇനി ഡിസ്ട്രിബ്യൂട്ട്സ് ദ കെയർ ഓഫ് എ പേഷ്യന്റ് എമംഗ് എ ടീം എന്ന് പറയുമ്പോൾ ടീം നേഴ്സിംഗ് ആണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സ്പെസിഫിക് പേഷ്യന്റ് കെയർ ഫോർ 24 hours എന്ന് പറയുമ്പോൾ പ്രൈമറി നേഴ്സിംഗ് ആണ്. അതായത് 24 മണിക്കൂറും ഒരു പേഷ്യന്റെ കെയർ ചെയ്യുകയാണ്. ഒരു നേഴ്സ് തന്നെ നിന്ന് ചെയ്യുന്നതിനാണ് നമുക്ക് സ്പെസിഫിക് ഒരു പ്രൈമറി നേഴ്സിംഗ് എന്ന് പറയാം. പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പക്ഷേ പ്രൈമറി നേഴ്സിംഗ് ആയിരിക്കാം. Next question, nursing in charge orients her staff on the patterns of reporting relationship throughout the organization. Which of the following principles refer to this? Unity of direction, esprit de corps, hierarchy, span of control. നഴ്സിംഗ് ഇൻചാർജ് അവരുടെ കീഴിലുള്ള സ്റ്റാഫിനെ പാറ്റേൺസ് ഓഫ് റിപ്പോർട്ടിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത് ഏത് പ്രിൻസിപ്പിളിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറാർക്കിയാണ് കറക്റ്റ് ആൻസർ. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ സ്റ്റാഫ് നഴ്സിന് മുകളിലായിട്ട് ടീം ലീഡർ ഉണ്ടാവും, ടീം ലീഡറിന്റെ മുകളിലായിട്ട് സൂപ്പർവൈസർ ഉണ്ടാവും, സൂപ്പർവൈസറിന്റെ മുകളിലായിട്ട് അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും. അപ്പൊ ഒരു ഹൈറാർക്കി ഓർഡറിലാണ് പോവുക. അപ്പൊ നമ്മൾ ഒരു സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ടീമിലുള്ള ലീഡറിനെയാണ് ഇൻഫോം ചെയ്യേണ്ടത്. സോ ഹൈറാർക്കി, അതാണ് ഹൈറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കീഴിൽ നമ്മളിപ്പോ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് വിചാരിക്കുക, നമ്മുടെ കീഴിൽ 5 സ്റ്റാഫ് നഴ്സ് ഉണ്ടെങ്കിൽ 5 സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ 5 പേരെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടും സ്റ്റാഫ് നഴ്സും തമ്മിലുള്ള ഒന്ന് ഓർത്താൽ മതി. 5 സ്റ്റാഫ് നഴ്സിനെ കൺട്രോൾ ചെയ്യണം. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല പോസിറ്റീവ് എൻവയോൺമെന്റോടെ ആറ്റിറ്റ്യൂഡോടെ നിർത്തുന്ന ആ ഒരു രീതിയാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഷുഡ് ബി ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോർ നഴ്സിംഗ് കെയർ? പേഷ്യൻസ്, ബയോളജിക്കൽ, social, psychological and spiritual aspects are considered. Written nursing care plan, prescribed standards, staff preference. Which of the following option should be least considered? ഏറ്റവും അവസാനം കൺസിഡർ ചെയ്യേണ്ട കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നഴ്സിംഗ് കെയർ, ദാറ്റ് ഈസ് സ്റ്റാഫ് പ്രിഫറൻസ് ആണ്. ഇപ്പം നമ്മൾ ഒരു നഴ്സിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഹോളിസ്റ്റിക് അപ്രോച്ച് നോക്കണം. അതായത് ഹോളിസ്റ്റിക് അപ്രോച്ച് മീൻസ് പേഷ്യന്റ് ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ആർ കൺസിഡേർഡ്. ദാറ്റ് ഈസ് ഹോളിസ്റ്റിക് നഴ്സിംഗ്. അപ്പൊ എല്ലാ രീതിയിലും കൺസിഡർ ചെയ്യാൻ നമ്മൾ പേഷ്യന്റിനെ കൺസിഡർ ചെയ്യണം. ദെൻ റിട്ടേൺ നഴ്സിംഗ് കെയർ പ്ലാൻ, ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അത്
നഴ്സിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് വി ഹാവ് ടു കീപ് പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ. അപ്പൊ ഇതിൽ നമ്മൾ അത്ര ലീസ്റ്റ് കൺസിഡേർഡ് ആണ് സ്റ്റാഫ് പ്രിഫറൻസ്. മീൻസ് നമ്മൾ ഒരു സ്റ്റാഫിനെ പേഷ്യന്റിന് വേണമെങ്കിൽ ആ സ്റ്റാഫിനെ തന്നെ നമുക്ക് ചിലപ്പം ഉൾക്കൊള്ളിക്കാൻ പറ്റിക്കോണമെന്നില്ല. കാരണം നമ്മുടെ സ്റ്റാഫിന്റെ അറേഞ്ച്മെന്റും സ്റ്റാഫ് അവൈലബിലിറ്റി ഒക്കെ നോക്കിയാണ് അങ്ങനെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് നമുക്ക് ലീസ്റ്റ് കൺസിഡേർഡ് ആണ്. Next question. The tendency to overrate an employee's performance is known as positive effect, halo effect, Hawthorne effect, biasness. Correct answer is halo effect. The tendency to overrate an employee performance is known as halo effect. ഒരു എംപ്ലോയിയെ എപ്പോഴും ഓവറായിട്ട് പോസിറ്റീവ് കാണുക, ഓവർ റേറ്റ് ചെയ്യുക, കൂടുതൽ മാർക്ക് കൊടുക്കുക. ഇപ്പൊ ഒരു എക്സാമിനേഷന് പോവുകയാണെങ്കിൽ, ഒരു ഇൻസ്പെക്ഷന് പോവുകയാണെങ്കിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ആ ഒരു സ്റ്റാഫിനെ കണ്ട് പോസിറ്റീവായിട്ട് മാർക്ക് കൊടുക്കുന്നത് നമുക്ക് ഹാലോ എഫക്ട് എന്ന് പറയാം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The Hawthorne effect occurs when people behave differently because they know they are being watched. ഇപ്പൊ നമുക്കറിയാം ചില ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് അവര് നമ്മളെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ അവരെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു. അതാണ് ഹാത്തോൺ ഇഫക്റ്റ്. ഒക്കേഴ്സ് വെൻ പീപ്പിൾ ബിഹേവ് ഡിഫറെന്റ്ലി ബിക്കോസ് ദേ നോ ദേ ആർ ബീയിങ് വാച്ച്ഡ്. ദാറ്റ് ഈസ് ഹാത്തോൺ ഇഫക്റ്റ്. ഹാലോ ഇഫക്റ്റ് ഇസ് ദ ടെൻഡൻസി ഫോർ പോസിറ്റീവ് ഇംപ്രഷൻ ഓഫ് എ പേഴ്സൺ. പോസിറ്റീവ് ഇംപ്രഷൻ കാണുന്നതാണ് ഹാലോ ഇഫക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The type of nursing care assignment that is best suited in an ICU is functional method, case method, task method, team method. Correct answer is case method. The type of nursing care assignment that is best suited in an ICU is case method. നമുക്കറിയാം ഐസിയുലൊക്കെ ഓരോ കേസ് അനുസരിച്ചാണ് നമ്മൾ സ്റ്റാഫിനെ അസൈൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു കേസ് മെത്തേഡാണിത്. ഇപ്പോൾ 2 പേഷ്യന്റിനെ ഇന്നയാൾ നോക്കണം, അങ്ങനെ ഓരോ കേസ്, ആ ഒരു കേസ് അനുസരിച്ച് നമ്മൾ അസൈൻ ചെയ്യും. അതാണ് കേസ് മെത്തേഡ്. ഐസിയുലൊക്കെയാണ് കേസ് മെത്തേഡ്. ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ, ടാസ്ക് മെത്തേഡാണ്. ആ ഒരു ഫംഗ്ഷൻ ആണ് ആ ഒരു സ്റ്റാഫിന് കൊടുക്കുന്നത്. ഇപ്പൊ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ മാത്രം കൊടുക്കുക, അതാണ് മെത്തേഡ്. പ്ലസ് കേസ് മെത്തേഡാണ് നമ്മൾ സാധാരണ ഐസിയുലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ടീമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും, ഒരു പേഷ്യന്റിന് ഒരു കേസ് കൊടുക്കുകയും ചെയ്യും. എന്തെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ അടുത്ത് നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫ് എത്തുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ടീം മെത്തേഡ് പ്ലസ് കേസ് മെത്തേഡ്. അപ്പൊ ഇതൊക്കെയാണ് ജസ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.